കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ജീവവൃക്ഷം ചാനലിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് യാതന അനുഭവിച്ച ഇസ്രായേൽ ജനത്തെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ 10 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മോശ ഈ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവർ കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടന്ന് വളരെ ചുറ്റി ആണ് അവരെ കൊണ്ടുവന്നത്. കാരണം കുറുക്ക് വഴിക്ക് പോകാമായിരുന്നു, പക്ഷേ അതിൽ വിട്ടില്ല. അവർ തിരിച്ചു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അവരെ വേറെ വഴിയിലൂടെയാണ് മോശയിലൂടെ നടത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ അവർ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് പാളയമടിച്ചു. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പിഹെറോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പാളയമടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി. എന്തിനാണ് ദൈവം കഠിനമാക്കിയെന്നാണ് പറയുക? കഠിനമാക്കിയപ്പോൾ അവർക്ക് 600 കുതിരപ്പടയാളികളും രഥങ്ങളുമൊക്കെയായി അവർ ഈജിപ്തുകാരെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനായിട്ട് അടിമത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ യുദ്ധം ചെയ്യാനായിട്ട് വന്നു. ഇത് കണ്ടപ്പോൾ ഇസ്രായേൽക്കാരെല്ലാം ഭയപ്പെട്ടു. ഇസ്രായേൽക്കാർ മോശയുടെ നേരെ പിറുപിറുക്കാൻ തുടങ്ങി. മോശ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മോശയോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന വടി നീ ചെങ്കടലിൻ്റെ നേരെ നീട്ടാൻ പറഞ്ഞു. അപ്പോഴാണ് മോശയ്ക്ക് ആ ജ്ഞാനം ലഭിച്ചത്. മോശ കർത്താവ് കൊടുത്ത വടിയെടുത്ത് ചെങ്കടലിൻ്റെ നേരെ നീട്ടി. ചെങ്കടൽ രണ്ടായി പിളർന്നു. ചെങ്കടൽ കരയായി മാറി. ആ വെള്ളം രണ്ട് ഭാഗത്തും ഇങ്ങനെ ഭിത്തി പോലെ നിന്നു. അതിൽ ഇസ്രായേൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ജനങ്ങളെ വിളിച്ച് 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് സ്ത്രീകളും കുട്ടികളും ഇവരെല്ലാവരും കൂടിയാണ് വരുന്നത്. ഏകദേശം 10-25 ലക്ഷം കാണുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ഇസ്രായേൽ ജനം മുഴുവൻ ചെങ്കടലിലൂടെ കടന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു. അവർ കടൽ കഴിയാനായി. അപ്പോഴേക്കും ഈജിപ്തുകാർ പുറകെ 600 കുതിരപ്പടയാളികളും മറ്റ് രഥങ്ങളും പട്ടാളക്കാരും എല്ലാം ഇവരെ നശിപ്പിക്കാനായിട്ട് ചെങ്കടൽ ഇവരുടെ പുറകെ കടന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനത്തിൽ പറയുന്നുണ്ട്, പുറപ്പാട് 14-ാം അധ്യായത്തിൽ ആ മുഴുവൻ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ വായിക്കണം പ്രിയപ്പെട്ടവരെ. അവിടെ ഇസ്രായേൽ ജനം വെള്ളം മാറിയ ചെങ്കടലിലൂടെ കടന്ന് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപിൽ ചെന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തീരുമാനമെടുത്തു. അതിൽ മുൻപേ പോയിരുന്ന സ്വർഗത്തിൻ്റെ ഒരു ദൂതൻ ഇവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൂതൻ. ആ ദൂതൻ പുറകോട്ട് മാറി. അവിടെ മുൻപുണ്ടായിരുന്ന മഴക്കാർ, അവരെ നയിച്ചിരുന്ന തണലേകിരുന്ന മഴക്കാർ പുറകോട്ട് നീങ്ങി. അത് രണ്ടും പുറകിലായി. മഴക്കാർ വന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിനെ ഈജിപ്ത് പട്ടാളക്കാർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ അവർ പട്ടാളക്കാർ, രഥങ്ങളും പട്ടാളക്കാരും ഒക്കെ ആയിട്ട് ഇവരെ നശിപ്പിക്കാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽക്കാർ മോശയുടെ നേതൃത്വത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മുൻപിൽ പോയിരുന്ന മഴക്കാറുകളെ പുറകോട്ട് നീക്കി ദൂതനെയും പുറകോട്ട് മാറ്റി. അങ്ങനെ ഇസ്രായേൽക്കാരും ഈജിപ്തുകാരും പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മോശ കൈകൾ നീട്ടിയപ്പോൾ കടൽ രണ്ടായി മാറി. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്തുകാർ ഇവരെ നശിപ്പിക്കാനായിട്ട്, തകർക്കാനായിട്ട് ഉള്ള ചിന്തയോടുകൂടി ഈ കടലിലേക്ക് ചാടിയിറങ്ങി. അങ്ങനെ മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ കരങ്ങൾ പുറകോട്ട് നീട്ടി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ മോശ ആ വടിയെടുത്ത കരം പിടിച്ച് പുറകോട്ട് നീട്ടിയ സമയത്ത് ആ കടലിലെ വെള്ളം കൂട്ടിച്ചേർന്നു. കടലൊന്നായി തീർന്നു. അവിടെ ഈജിപ്തുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അവരും അവരുടെ കുതിരപ്പടയാളികളും പട്ടാളക്കാരും നേതാക്കളും എല്ലാം വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി, കർത്താവ് ഇവരുടെ മുൻപിൽ പുറപ്പാട് 14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇസ്രായേൽക്കാർ വളരെ ശാന്തനായിട്ട് മോശയുടെ നേതൃത്വത്തിൽ മോശ നയിച്ചുകൊണ്ട് പോവുകയാണ് മുന്നോട്ട്. അങ്ങനെ ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നു. അങ്ങനെ അവർ രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് അവരവിടെ പാളയമടിച്ച് അവരവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ 40 വർഷത്തോളം ഇസ്രായേൽ ജനം അവിടെ പാളയമടിച്ച് നിൽക്കേണ്ടി വന്നു. എന്താണെന്നറിയാമോ? അവിടെ നിന്ന്
പാലും തേനും ഒഴുകുന്ന ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനമായ ഇസ്രായേൽ ജനത്തിനുള്ള വാഗ്ദാനമായ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് 2 പേരെ കാനാൻ ദേശത്തേക്ക് വിട്ടു. അവർ വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവിടെ ഭയങ്കര ഭീകരന്മാരാണ്, പോയിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല എന്നെല്ലാം വാഗ്ദാനത്തിന് വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവർ, ആ വിശ്വാസമില്ലാത്ത വാഗ്ദാനം തന്നെ അവരുടെ തലമുറകൾ മുഴുവൻ 40 വർഷം ഈ മരുഭൂമിയിൽ കിടന്ന് അവർ മരിക്കേണ്ടി വന്നു. മരിക്കുന്നവരെ ദൈവം കാത്തിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം നടപ്പിലാക്കാനായിട്ട്. അങ്ങനെ 40 വർഷം അവർ ഇവിടെ കിടന്നവരുടെ മുതിർന്നവരെ മുഴുവൻ മരണമടഞ്ഞു. അതിനുശേഷം അവരുടെ പുതിയ തലമുറയാണ് കർത്താവ് എങ്ങോട്ട് പോകുന്നത്? വിശ്വസിച്ച 2 പേരെ മാത്രം പേര് ചൊല്ലി വിളിച്ചു. മോശ അപ്പം മോശ ആ സമയത്താണ് അവിടെ പോയി. മോശയുടെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. പ്രിയപ്പെട്ടവരെ, ഈ മരണശേഷം കർത്താവ് പുതിയൊരാളെ തിരഞ്ഞെടുക്കുകയാണ്. ജോഷുവയെയും കാലബിനെയുമാണ് ദൈവം കാണുക. കാരണം വിശ്വസ്തരായ 2 ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന, ജീവവൃക്ഷത്തെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജോഷുവയെയാണ് ദൈവം തിരഞ്ഞെടുക്കുക. ദൈവം കണ്ടു. ജോഷുവയെക്കുറിച്ച് പറയുന്നുണ്ട്, ജോഷുവ പ്രഭാതത്തിലൊന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നെന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജോഷുവയും കണ്ട് മുന്നോട്ട് നീങ്ങി ദൈവത്തിൻ്റെ സ്വരം കേൾക്ക് ദൈവം പറഞ്ഞു, നീ പുരോഹിതന്മാരെ കയ്യിൽ വാഗ്ദാന പേടകവും എടുത്ത് പുരോഹിതന്മാർ ജലത്തിൽ യോർദാൻ നദിയുടെ വെള്ളത്തിൽ കാലുകുത്തുമ്പോൾ യോർദാൻ നദി കടന്ന് നിങ്ങൾക്ക് അക്കരയ്ക്ക് പോകാം. അത്ഭുതങ്ങൾ, ദൈവം ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് ജോഷുവയിലൂടെ. ജോഷുവോട് പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നിങ്ങളുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ 3:5 അത് പറയുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെയെല്ലാം വിശദീകരിച്ച് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ ചെങ്കടൽ യോർദാൻ നദി കടന്ന്, യോർദാൻ നദി ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കുളിച്ചിട്ടുണ്ട് യോർദാൻ നദിയിൽ. യോർദാൻ നദി കടന്ന് അവർ മുന്നോട്ട് പോയി. ആദ്യത്തെ അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്താണ് ഇവർ കടന്നു പോകുന്നത്, യോശുവയും ഇസ്രായേൽക്കാരൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെ അവർ കടന്നു, പുഴയൊക്കെ കടന്ന് അവർ വീണ്ടും എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? വലിയൊരു കോട്ടയുള്ള ജെറീക്കോ കോട്ടയിലൂടെ കടന്നു വേണം അവർക്ക് കാനാൻ ദേശത്തേക്ക് പോകാൻ. അങ്ങനെ ജെറീക്കോ കോട്ടയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം അത്ഭുതം പ്രവർത്തിച്ചൊരു ജോഷുവ ഇങ്ങനെ സന്തോഷിച്ച് പോവുകയാണ്, വളരെ സന്തോഷത്തോടെ പോവുകയാണ്. ജോഷുവയ്ക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം, ദൈവത്തിൻ്റെ അത്ഭുതത്തെ ഓർത്ത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയുള്ള കാര്യത്തെക്കുറിച്ച് ഭയവുമുണ്ട്, പേടിയുള്ളിൽ. അപ്പോൾ ജോഷുവയുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അത് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 8ഉം 9ഉം തിരുവചനങ്ങളാണ് പറഞ്ഞത്. 8ഉം 9ഉം തിരുവചനങ്ങൾ നിങ്ങൾ വായിക്കണത്. കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കണം. ഒരു കുറ്റവും കൂടാതെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്നാണ് ജോഷുവയോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്, ഞാനത് വായിക്കാം, നിങ്ങൾക്ക് അത് കേൾക്കാം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. ജോഷുവയോട് പറയുകയാണ് കർത്താവിൻ്റെ കൽപ്പന കുറ്റമറ്റ വിധം പാലിച്ചാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യുമെന്ന്. വീണ്ടും 9 പറയുകയാണ്, ജോഷുവ 1:9 പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ജോഷുവയ്ക്ക് പേടി തോന്നി. കാര്യം കൽപ്പന പാലിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പേടി തോന്നിക്കാണ്. അത് എല്ലാവർക്കും തോന്നുന്നതാണ്. അപ്പോൾ കൽപ്പിച്ചിട്ടില്ലയോ? എൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹാലേലുയ, 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 ഹാലേലുയ. ജോഷുവ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. യോർദാൻ നദിയെല്ലാം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ജോഷുവയ്ക്ക് ഭയമൊക്കെ വന്നപ്പോഴും കർത്താവ് ഈ കാര്യമൊക്കെ പറഞ്ഞു, കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നെല്ലാം പറഞ്ഞതിന് ശേഷം ജോഷുവ ഇങ്ങനെ നോക്കുമ്പോൾ മുന്നും വശത്തെ ഒരു വാളും പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ജോഷുവയ്ക്ക് പിന്നെയും കുറച്ചുകൂടി പേടി കൂടി. ജനങ്ങൾ പുറകെ വരുന്നുണ്ട്, ഇസ്രായേൽക്കാർ മുഴുവൻ പുറകെ വരുന്നുണ്ടെങ്കിൽ പോലും ജോഷുവ ചോദിച്ചു, നീ ആരാണ്? ജോഷുവ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ 37:54 ഒരു തിരുവചനം പറയുന്നുണ്ട്, സ്വർഗത്തിലെ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേരെ വധിച്ചുവെന്ന്. സ്വർഗത്തിലെ ഒരു ദൂതൻ വന്ന് 1,85,000 പേരെ വധിച്ചുവെന്ന് യെശയ്യാ 37:56 തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു ദൂതൻ ഇവരുടെ മുൻപേ നടന്ന് ജെറീക്കോ പട്ടണത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവവൃക്ഷത്തെ പിടിക്കുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ സ്വർഗത്തിലെ ദൂതൻ കാവലിനുണ്ടാകും.
ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ദൂതനാണെന്ന് അറിയാതെയായിരിക്കുന്ന ദൂതനെ നയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ജോഷുവ ഇങ്ങനെ മുന്നോട്ട് ചെന്ന് ദൈവം ജോഷുവയോട് ഇടയ്ക്കിടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ജോഷുവയോട് പറഞ്ഞു, നിങ്ങൾ ജെറിക്കോ കോട്ട ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു അവിടെ. ആ കോട്ട തകർന്ന് കിടക്കുന്നത് ഇന്നും പോയാൽ അവിടെ കല്ലുകൾ കൂടി കിടക്കുന്നത് കാണാം. അവിടെ പിന്നീട് ഒരു കെട്ടിടം ഉണ്ടായിട്ടില്ല. അങ്ങനെ കടന്ന് അവർ ജോഷുവയോട് ദൈവം സംസാരിച്ചു. ദൈവം പറഞ്ഞു, നീ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ചെല്ലുമ്പോൾ വാഗ്ദാന പേടകവുമായിട്ട് പുരോഹിതന്മാരെയും കൂട്ടി നീ ആ കോട്ടയ്ക്ക് ചുറ്റും 6 ദിവസം നീ യാത്ര ചെയ്യണം. ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം 6 പ്രാവശ്യം. ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് 6 ദിവസം 6 പ്രാവശ്യം. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം നീ ചുറ്റി നടക്കണം. എന്നിട്ട് കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്തുതിക്കണം. ജെറിക്കോ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ 7ാമത്തെ പ്രാർത്ഥന, 7ാമത്തെ ജെറിക്കോ കോട്ട തകർക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന ചെയ്യുമ്പോൾ ജെറിക്കോ കോട്ട അവരെല്ലാം പേടിച്ചിരിക്കുക. ഇസ്രായേൽ വരുമെന്ന് പറഞ്ഞ് അവർ പേടിച്ച് സർവ്വവാതിലുകളും അടച്ചു പൂട്ടി ജെറിക്കോ കോട്ടയ്ക്കുള്ളിൽ ഇസ്രായേൽ എല്ലാവർക്കും ഭയമാണ്. ഈ മതിലുകളെല്ലാം തകർന്നു വീഴുകയാണ്. അവിടെ കല്ലുകൾ കൂടി കിടക്കുന്ന ഇപ്പോഴും നിങ്ങൾ പോയാൽ നിങ്ങൾക്കും കാണാവുന്ന കാര്യമാണ്. ജെറിക്കോ കോട്ട തകർത്ത് മുന്നോട്ട് പോവുകയാണ്. ജെറിക്കോ കോട്ട തകർക്കാതെ അവർക്ക് കാനാൻ ദേശത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഈ ജെറിക്കോ രാജ്യം മുഴുവൻ അവർ കയ്യിലാക്കി. അവരോട് ഒരു കാര്യം ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇതിൽ നിന്നൊരു സാധനം പോലും എടുക്കരുത്. ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പന, നിങ്ങൾ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല. ആ കൂട്ടത്തിലൊരു ആളുണ്ടായിരുന്നു. ആളുടെ പേര് ആഖാൻ എന്നാണ്. ആഖാൻ തോന്നി നല്ല സ്വർണവും നല്ല വെള്ളിയും നല്ല വസ്ത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആഖാനൊരു തോന്നൽ ഇത് അല്പം മോഷ്ടിച്ച് കളയാമെന്ന്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ആഖാൻ 50 ഷെക്കൽ സ്വർണവും 200 ഷെക്കൽ വെള്ളിയും ഒരു വസ്ത്രവും മോഷ്ടിച്ചു. ആരും കാണാതെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അവൻ കയ്യിലാക്കി അവൻ്റെ കൂടാരത്തിൽ കൊണ്ടുപോയി താമസിക്കുന്ന ആ കൂടാരത്തിൻ്റെ ഇതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. കട്ടസാധനമായതുകൊണ്ട് കുഴിച്ചിട്ടു. ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ച്, കൽപ്പന ലംഘിച്ച് ചെയ്തതായതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ദൃഷ്ടികൾ ഇത് കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ജെറിക്കോ കോട്ടയിൽ നിന്ന് അവർ ആ കോട്ട കടന്ന് വീണ്ടും പാലന്തീനൂരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുക. അടുത്ത പട്ടണം ആയിപ്പട്ടണം എന്നൊരു പട്ടണമാണ്, ഒരു കൊച്ചു പട്ടണമാണ്. അപ്പോൾ അവിടേക്ക് നിരീക്ഷണത്തിനായിട്ട് ജോഷുവ ആളുകളെ അയച്ചു. 2 പേരെ പറഞ്ഞയച്ചു. അവർ പോയിട്ട് പറഞ്ഞു, അവിടെ ഒരുപാട് പേര്, നമ്മളെല്ലാവരും ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഒരു 2000 അല്ലെങ്കിൽ 3000 പേര് പോയാൽ മതി. അങ്ങനെ ജോഷുവ 3000 പേരെ ആയിപ്പട്ടണം നശിപ്പിക്കാനായിട്ട് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ 3000 പേര് ആയിപ്പട്ടണത്തിൽ കടന്നപ്പോൾ തന്നെ ആയിപ്പട്ടണത്തിലുണ്ടായിരുന്ന ആ ചെറിയ ആയിപ്പട്ടണത്തിലെ നിവാസികൾ യുദ്ധം ചെയ്ത് 36 പേരെ കൊന്നുവെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇസ്രായേൽക്കാരെ 36 പേരെ കൊല്ലാൻ ഇടയായി? കാരണം ദൈവത്തിൻ്റെ കൽപ്പന. ജോഷുവ കർത്താവിന് മുമ്പിൽ വീണ്ടും കമിഴ്ന്ന് വീണ് കിടന്ന് കരയുകയാണ്. കർത്താവിന് എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ജോഷുവ അറിഞ്ഞില്ല കാര്യങ്ങളൊന്നും. ദൈവം ജോഷുവയോട് സംസാരിക്കുകയാണ്. ജോഷുവ, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് നിങ്ങളുടെ കൂട്ടത്തിലൊരാളുണ്ട്. കർത്താവ് സ്വർഗത്തിൽ കണ്ണുകൾ കണ്ടു ആരാണെന്ന്. ഉടനെ അവരെ മുഴുവൻ ഓരോ സമൂഹങ്ങളായി, ഓരോ കുടുംബങ്ങളായി അവരെ നോക്കി, അവരെ കണ്ടുപിടിച്ച് അവരെ ആഖാനെ കല്ലെറിഞ്ഞു കൊന്നുവെന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുക. അതിനുശേഷം പിന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. ജോഷുവ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ധൈര്യസമേതം വീണ്ടും കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ജോഷുവ അതിനുശേഷം ചെന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യുകയാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ പട്ടാളക്കാരെല്ലാം യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജോഷുവ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരു കാര്യം പ്രാർത്ഥിച്ചുള്ളൂ കർത്താവിനോട്, കർത്താവെ, സൂര്യനും ചന്ദ്രനും നിൽക്കണം. ഞങ്ങളുടെ യുദ്ധം കഴിയുന്ന അടുത്ത പട്ടണത്തിലൂടെ എല്ലാവരും നശിക്കുന്നത് വരെ, സാത്താൻ്റെ ശക്തി മുഴുവൻ തകരുന്നത് വരെ സൂര്യനും ചന്ദ്രനും പകലായി നിൽക്കണം, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സൗകര്യത്തിനായിട്ട്. പ്രിയപ്പെട്ടവരുടെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ചരിത്രത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടും സൂര്യനും ചന്ദ്രനും അനങ്ങാതെ നിന്നതായിട്ട് കാണുവാനായിട്ട് കഴിയില്ല. അവർ നേരെ മുന്നോട്ട് പോവുകയാണ്. നേരെ മുന്നോട്ട് പോയി അവർ യുദ്ധം വിജയിച്ചു. 24 മണിക്കൂർ സൂര്യനും ചന്ദ്രനും നിന്ന നിൽപ്പിൽ നിന്നു. വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജോഷുവ 3:15 ഒരു ദൂതൻ ജോഷുവയോട് സംസാരിക്കുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ജോഷുവയുടെ കാലിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ട്.
അപ്പോൾ കർത്താവ് യൂതനോട് സംസാരിക്കുകയാണ്, നിൻ്റെ പാദങ്ങളിലെ ചെരുപ്പഴിച്ചു മാറ്റുവിൻ. അശുദ്ധമായതെല്ലാം ശുദ്ധീകരിക്കാനായിട്ട് ദൈവം ദൂതനിലൂടെ ജോഷുവയെ പഠിപ്പിക്കുകയാണ്. ഈ ജീവവൃക്ഷത്തെ പിടിച്ചാൽ ഇതുപോലെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെരുപ്പഴിച്ചു മാറ്റിയാൽ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ദൈവം എന്നെ ഓർപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഏറ്റുപറയുകയാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടി. നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്തുകരം പിടിച്ചിരിക്കുന്നു. മഴക്കാറിൽ നയിച്ചതുപോലെയല്ല, ഇസ്രായേൽക്കാരെ മഴക്കാരിലൂടെ തണൽ കൊടുത്ത് നയിച്ചതുപോലെയല്ല. നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഓരോ ജീവവൃക്ഷത്തിൽ പിടിക്കുന്ന ആളുകളുടെയും വലതുകരം കർത്താവ് പിടിക്കുകയാണ്. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 121:5 കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല, സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദത്തിനും ഒരു കൂടോത്രത്തിനും ഒരു തിന്മയ്ക്കും, നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വെളിപ്പെടൽ ലഭിക്കും. അത് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ജീവവൃക്ഷത്തിൽ പിടിക്കുന്ന ഒരു വ്യക്തിയെയും തകർക്കാൻ ഒരു സൂര്യനോ ഒരു ചന്ദ്രനോ സാധ്യമല്ല എന്ന് ദൈവവചനത്തിലൂടെ കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ 30:21 കർത്താവ് പറയും, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. കർത്താവ് പറയുകയാണ്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. സ്വരം കർത്താവ് പറയുകയാണ് നമ്മളോട്, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയപ്പെട്ടവരെ, ഈ ചാനലിലൂടെ നിങ്ങൾ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങൾ പങ്കുവെക്കുന്നവരും നിങ്ങൾ ഷെയർ ചെയ്യുന്നവരും ഒക്കെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വലിയ ജനങ്ങളിലുണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, സാത്താനുകൾക്ക് നല്ല കെണികളും തകർക്കാൻ പോവുകയാണ്. നിങ്ങളിലൂടെ ദൈവം ലോകം മുഴുവൻ രക്ഷിക്കാൻ പോവുകയാണ്. അതിന് പുതിയ ജീവിതത്തിലേക്ക് ജീവവൃക്ഷത്തെ പിടിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയ അനുഗ്രഹങ്ങളാലും കൃപകളാലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി ഞങ്ങളുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോൾ ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി ഞങ്ങളുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി ഞങ്ങളുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, നന്ദി.